വരുന്നു 11-6 എൻഡിഎ 11-6 ഇന്ത്യ മുന്നണി എന്ന തരത്തിലേക്ക് വരുന്നു. സംസ്ഥാനങ്ങളുടെ തമിഴ്നാട്ടിലെയാണ് ഏറ്റവും പ്രധാന ഫലസൂചന. രണ്ടിടത്ത് കോൺഗ്രസും 4ഇടത്ത് എൻഡിഎയും ലീഡ് ചെയ്യുന്നു. ക്ഷമിക്കണം, ഡിഎംകെയും ലീഡ് ചെയ്യുന്നു. 4ഇടത്ത് ഡിഎംകെയും 2ഇടത്ത് കോൺഗ്രസ്. 4ഇടത്ത് എൻഡിഎ, അതിൽ 4ഉം ബിജെപി ആണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. കൃത്യമായ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകയുടെ അപ്ഡേറ്റ് വരാൻ കാത്തു നിൽക്കുന്നു. ഒപ്പം തമിഴ്നാട് പുറത്തു വന്നു കഴിഞ്ഞു. തമിഴ്നാടിന്റെ അപ്ഡേറ്റുകൾ പുറത്തു വന്നു കഴിഞ്ഞു. തമിഴ്നാട് വേഗത്തിൽ ഫലസൂചനകൾ പുറത്തു വരുന്നു. ഇനി വരാനിരിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട 17-20-9 എന്ന നിലയിലേക്കും ഫലസൂചനകൾ മാറുന്നു. എൻഡിഎ 20-9 ഇന്ത്യ മുന്നണി എന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു. സംസ്ഥാനങ്ങളുടെ ചിത്രത്തിലും മാറ്റമുണ്ടാവുന്നുണ്ട്. നമ്മൾ കാത്തിരിക്കുന്നത് 23 സീറ്റുകളിൽ എൻഡിഎ, 9 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. 4 സീറ്റുകളിൽ മഹാരാഷ്ട്രയിൽ എൻഡിഎ മുന്നിട്ട് നിൽക്കുമ്പോൾ 1 സീറ്റിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുകയാണ്. മഹാരാഷ്ട്രയിൽ 5 സീറ്റുകളിൽ ഡിഎംകെ 4 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കേരളം ലീഡ് നില വരുന്നു. 2 സീറ്റുകളുടെ കണക്ക് വരുന്നു. യുഡിഎഫിന്റെ ലീഡ് കേരളത്തിന്റെ വോട്ടെണ്ണലിൽ ആദ്യ ലീഡ് പിടിക്കുന്നത് യുഡിഎഫ് ആണ്. 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ലീഡ് പിടിച്ചുകൊണ്ടാണ് യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. 1 സീറ്റിലും എൽഡിഎഫ് ലീഡ് ചെയ്യുന്നില്ല. രാജ്യമാകെ 23 സീറ്റുകളിൽ എൻഡിഎ ലീഡ് ചെയ്യുമ്പോൾ 11 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. ഉത്തർപ്രദേശിലാണ് എൻഡിഎയുടെ ലീഡ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ഓരോ സീറ്റിലെ സൂചന വരുമ്പോഴും എൻഡിഎക്കാണ് ഉത്തർപ്രദേശിൽ ലീഡ് കിട്ടുന്നത്. ബിജെപി സഖ്യത്തിനാണ്. കേരളത്തിന്റെ ഫലം വരുന്നു 2-20-2. അതായത് ചിത്രം ഇങ്ങനെയാണ്. 20 ലോക്സഭാ തിരുവനന്തപുരവും കൊല്ലവുമാണ് യുഡിഎഫ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. വടകരയിൽ ആദ്യ ലീഡ് എൽഡിഎഫിന് അനുകൂലമാണ് എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരവും കൊല്ലവും യുഡിഎഫിന് അനുകൂലമായി ആദ്യ ലീഡുകൾ വരുന്നു. വടകരയിൽ ലീഡ് തുടക്കത്തിൽ എൽഡിഎഫിന് എന്ന സൂചനകളും പുറത്തു വരുന്നു. വടകരയിൽ ലീഡ് എൽഡിഎഫിന്, തിരുവനന്തപുരത്ത് ലീഡ് യുഡിഎഫിന് എന്നുള്ളതാണ് ഇപ്പോഴത്തേത്. ശശി തരൂർ ലീഡ് ചെയ്യുകയാണ്. രണ്ടാമത് പന്ന്യൻ രവീന്ദ്രനാണ്. തപാൽ വോട്ടുകളിൽ എൽഡിഎഫ് ആണ് സാധാരണ ലീഡ് ചെയ്യാറുള്ളത്. ബിജെപിക്ക് അങ്ങനെ കിട്ടാറില്ല തപാൽ വോട്ടുകൾ കൂടുതലായിട്ട്. ഇപ്പോൾ 2 സീറ്റുകളിൽ യുഡിഎഫ്. വടകരയിൽ 17 വോട്ടുകൾക്ക് ലീഡിങ് അല്ലേ? കൊല്ലത്ത് 17 വോട്ടുകൾക്ക് ലീഡ്. എൻ കെ പ്രേമചന്ദ്രൻ ലീഡ് ചെയ്യുന്നു. അതെ, സ്വാഭാവികമായും തപാൽ വോട്ടുകളുടെ ഫലമാണ് ഇപ്പോൾ 19 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് 37 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നത് ശശി തരൂരാണ്. ആലത്തൂരിൽ ആലത്തൂർ വന്നിട്ടില്ല. കണ്ണൂരിൽ 24 വോട്ടുകൾക്ക് യുഡിഎഫ് ആണ്. കെ സുധാകരൻ ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് 17 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന എൽഡിഎഫ് ആണ്. ആലത്തൂരിൽ എൽഡിഎഫ് ആണ് ലീഡ് ചെയ്യുന്നത് 11 വോട്ടുകൾക്ക്. 37 വോട്ടുകൾക്ക് തിരുവനന്തപുരത്ത് ലീഡ്. ശശി തരൂരിലേക്ക് തന്നെ 37 വോട്ടുകൾക്ക് തിരുവനന്തപുരത്ത് യുഡിഎഫിന് ലീഡ്. മാറിയിട്ടുണ്ട്. 2 എന്നുള്ള കണക്ക് മാറിയിട്ടുണ്ട്. 3 സീറ്റുകളായിട്ടുണ്ട്. മലപ്പുറത്ത് ലീഡ് ചെയ്യുന്നു. കൂടുതൽ സീറ്റുകളിലേക്ക് വന്നിട്ടുണ്ട് യുഡിഎഫ്. മുകളിലത്തെ കണക്കിൽ ചില വെച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഓരോരോ സീറ്റുകളിൽ എത്രയാണെന്ന് എന്നുള്ള കാര്യം. മലപ്പുറത്ത് 11 ലീഡ് ചെയ്യുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുണ്ട്. കൊല്ലത്തെ ചിത്രത്തിൽ എൽഡിഎഫിനാണ് ഇപ്പോൾ ലീഡ് കാണിക്കുന്നത്. മുകേഷാണ് ലീഡ് ചെയ്യുന്നത്. അതൊരു പക്ഷേ തപാൽ വോട്ടുകളാവാം. ആ സ്വാധീനമായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. പ്രേക്ഷകരുടെ ശ്രദ്ധ ആ ഇടുക്കി, എറണാകുളം, ചാലക്കുടി തുടക്കത്തിൽ ലീഡ് മുകേഷിന് അഭ്യർത്ഥിക്കുകയാണ്.